ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മള് വേറൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ. 3 ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, അപ്പൊ വെക്ടർ ആൾജിബ്ര കഴിഞ്ഞു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് കഴിഞ്ഞു, നമ്മള് 3 ഡയമെൻഷണൽ ജോമെട്രിയിലേക്ക് കിടക്കാം കേട്ടോ. 3 ഡയമെൻഷണൽ ജോമെട്രി വലിയ ചാപ്റ്റർ ആയിരുന്നു, ഒരുപാട് സംഗതികൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്, ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, യെസ്. അപ്പൊ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ആര് 3 ഡയമെൻഷണൽ ജോമെട്രി. റെഡി? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. ഫൈൻഡ് ദി വെക്ടർ ആൻഡ് കാർട്ടീസിയൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 1, -1, 3 ആൻഡ് പാരലൽ ടു 2y + 3j + 4k. ശ്രദ്ധിക്കട്ടോ, നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ 2 സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഒന്ന് ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ആ ലൈനിന്റെ ഡയറക്ഷൻ കാണിക്കാൻ അതിന്റെ ഒരു പാരലൽ വെക്ടർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ 2 ഡാറ്റയും ഉണ്ടെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീസിയൻ ഇക്വേഷനും എഴുതാം കേട്ടോ. അപ്പൊ എന്താ വെക്ടർ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? വെക്ടർ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ r is equal to a plus lambda b. അല്ലേ? എ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? എ ഈ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ആര്? വെക്ടർ എ. ലാംഡ കോൺസ്റ്റന്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഈ വെക്ടറിന്റെ പാരലൽ വെക്ടർ. റെഡി? അപ്പൊ പോയിന്റ് തന്നിട്ട് പൊസിഷൻ വെക്ടർ എഴുതാനൊക്കെ നമ്മൾ വെക്ടർ ആൾജിബ്രയിൽ ഡിസ്കസ് ചെയ്താണ്. ശ്രദ്ധിക്കുക, കാർട്ടീസിയൻ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? എല്ലാവരും മനസ്സിലേക്കും വരണം കേട്ടോ. x - x1/a1, y - y1/b1, z - z1/c1. ഓക്കെ, ഇതില് നമ്മുടെ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആരാ? x1, y1, z1. അതായത് x മൈനസ് കഴിഞ്ഞു വരുന്നതാണ് x1, y മൈനസ് കഴിഞ്ഞു വരുന്നതാണ് y1, z മൈനസ് കഴിഞ്ഞു വരുന്നതാണ് z1. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് മക്കളെ താഴെയുള്ളത് കേട്ടോ. പാരലൽ വെക്ടർ ആരാ? a1i, b1j, c1k. ഓക്കെ, അപ്പൊ പോയിന്റും പാരലൽ വെക്ടറും അറിയാമെങ്കിൽ 2 ഇക്വേഷൻസ് നമുക്ക് എഴുതാം. ഇതാണ് അതിന്റെ മൊത്തം കൺസെപ്റ്റ്. ശ്രദ്ധിക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കണ്ടേ? പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് ആരാ? 1, -1, 3. പാരലൽ വെക്ടർ തന്നിട്ടുണ്ട്. വെക്ടർ ബി തന്നിട്ടുണ്ട് 2y + 3j + 4k. അല്ലെ? പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എഴുതുക? ആ പോയിന്റിൽ x, y, z കമ്പോണൻസ് കോർഡിനേറ്റ്സിന്റെ കൂടെ ij ഒക്കെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നോക്കിയേ, 1i എന്ന് പറഞ്ഞാൽ i, -1j എന്നാൽ -j. അല്ലെ? -1 എന്ന് പറഞ്ഞാൽ -j. ഓക്കെ, +3 എങ്ങനെ കൊടുക്കും മക്കളെ? +3k കേട്ടോ. ഇപ്പൊ വെക്ടർ എ കിട്ടി. എ എന്ന് പറഞ്ഞാൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കിട്ടി. വെക്ടർ ബി ഓൾറെഡി ഡയറക്ട്ലി ഗിവൺ ആണ്, 2y + 3j + 4k. അപ്പൊ എങ്ങനെ വെക്ടർ ഇക്വേഷൻ ഇതാ? r is equal to a plus lambda b. r is equal to a ആരാ? i - j + 3k plus lambda into b ആരാ മക്കളെ? തന്നിട്ടുണ്ടല്ലോ, 2i + 3j + 4k. ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ഇക്വേഷൻ പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? അപ്പൊ വെക്ടർ ഇക്വേഷൻ എല്ലാവർക്കും ക്ലിയർ ആവണം. r is equal to പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് പ്ലസ് ലാംഡ ഇൻടു പാരലൽ വെക്ടർ. റെഡി? യെസ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കാർട്ടീസിയൻ ഇക്വേഷൻ എഴുതേണ്ടത്? കാർട്ടീസിയൻ ഇക്വേഷൻ അറിയാലോ, x - x1/a1, y - y1/b1, z - z1/c1. ഓക്കെ, യെസ്. എഴുതിക്കോ, x മൈനസ് ഏതാ പോയിന്റ്? x മൈനസ് പോയിന്റ് ആരാ മക്കളെ? പോയിന്റ് 1, x - 1/a1. പാരലൽ വെക്ടർ 2y + 3j + 4k അല്ലേ? ഈ i ന്റെ കോഎഫിഷ്യന്റ് ആണ് a1, അത്ര 2. റെഡി? ഇസ് ഈക്വൽ ടു y - y1 ആരാ? പോയിന്റിലേക്ക് വാ, -1, y - -1 ഡിവൈഡഡ് ബൈ b ആരാ? j യുടെ കോഎഫിഷ്യന്റ് +3 ഈക്വൽ ടു z മൈനസ് ശ്രദ്ധിക്കുക, ഇവിടെ പോയിന്റിലേക്ക് വാ, സെറ്റ് കോർഡിനേറ്റ് എത്രയാ? 3 ഡിവൈഡഡ് ബൈ പാരലൽ വെക്ടറിലേക്ക് വാ, k യുടെ കോഎഫിഷ്യന്റ് 4. ഇങ്ങനെയാണ് ആ ലൈനിന്റെ കാർട്ടീസിയൻ ഇക്വേഷൻ എഴുതേണ്ടത്. x - x1/a1, y - y1/b1, z - z1/c1. ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പറയാണ്, ഇമ്പോർട്ടന്റ് ആണ്. x1, y1, z1 എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നു. a1, b1, c1. ശ്രദ്ധിക്കുക, ഈ ലൈനിന്റെ പാരലൽ വെക്ടർ ഉണ്ടാവുമല്ലോ, ആ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്, അതായത് അതിന്റെ ijk കമ്പോണൻസിന്റെ കോഎഫിഷ്യന്റ് കേട്ടോ. ഓക്കെ, അത്രയുമാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. റെഡി?
ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി എബോവ് ലൈൻ. അയ്യോ എബോവ് ലൈൻ വേണം അല്ലേ, ശ്രദ്ധിക്കുക എബോവ് ലൈൻ ഒന്നുകൂടി എഴുതാം. യെസ്, ആർ ഇസ് ഈക്വൽ ടു പോയിന്റ് എത്രയായിരുന്നു, ഐ മൈനസ് ജെ പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു 2i പ്ലസ് 3j പ്ലസ് 4k. റെഡി? യെസ്. അപ്പൊ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി എബവ് ലൈൻ, അതായത് നമ്മൾ കണ്ടുപിടിച്ച ലൈനും ഇനി രണ്ടാമതൊരു ലൈൻ തന്നിട്ടുണ്ടല്ലോ, ആർ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു 3i മൈനസ് 2j പ്ലസ് 4k അല്ലെ. ഈ രണ്ട് ലൈൻസും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ രണ്ട് ലൈൻസ് വെക്റ്റർ ഇക്വേഷനിലാണ് തന്നിട്ടുള്ളത് അല്ലെ. എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്? b1 ഡോട്ട് b2 ഓർമ്മയുണ്ടോ? cos θ is equal to b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 മോഡ് b2. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വെക്ടറിൽ പഠിച്ചത് ഇക്വേഷൻ അവിടെ a ഡോട്ട് ബി ആയിരുന്നു, മോഡ് എ മോഡ് ബി ആയിരുന്നു. ഇവിടെ ആരാ, b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 മോഡ് b2. ആരാ ഈ b1? ആദ്യത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ അല്ലെ, അതായത് 2i പ്ലസ് 3j പ്ലസ് 4k ആണ് ആര്, എന്റെ വെക്ടർ b1. ഇനി b2 ആരാ, രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ. രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ ആരാ, 3i മൈനസ് 2j പ്ലസ് 4k. ഓക്കെ, അപ്പൊ കണ്ടുപിടിച്ചേ b1 ഡോട്ട് b2 കണ്ടുപിടിച്ചേ. b1 ഡോട്ട് b2 2i പ്ലസ് 3j പ്ലസ് 4k ഡോട്ട് 3i മൈനസ് 2j പ്ലസ് 4k. ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യണ്ടേ, 2 into 3 6 പ്ലസ് 3 into minus 2 minus 6 4 into 4 16 അല്ലെ. 6 പ്ലസ് മൈനസ് 6 0 ആയി, പ്ലസ് 16 മാത്രമേ ഉള്ളൂ, 16 എന്ന് കിട്ടും. എന്ത്, b1 ഡോട്ട് b2. റെഡി? യെസ്. എങ്ങനെ മോഡ് b1 കണ്ടുപിടിക്കണ്ടേ? മോഡ് b1 നമ്പർ റൂട്ട് ഓഫ് അല്ലെ 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 അഗൈൻ 4 സ്ക്വയർ 16. എത്ര കിട്ടും? 16 4 20 20 9 റൂട്ട് 29 എന്ന് കിട്ടും. റെഡി? 4 9 16. റെഡി? യെസ്. മോഡ് b2 എങ്ങനെ കിട്ടും മക്കളെ? മോഡ് b2 എങ്ങനെ കിട്ടും? അഗൈൻ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 മൈനസ് 2 സ്ക്വയർ 4 അഗൈൻ 4 സ്ക്വയർ 16. അതും റൂട്ട് 29 തന്നെ അല്ലേ അല്ലേ. അപ്പൊ കോസ് തീറ്റ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. കോസ് തീറ്റ ആൻസർ ഇവിടെ എഴുതുന്നുണ്ട്. b1 ഡോട്ട് b2 16 ഡിവൈഡഡ് ബൈ മോഡ് b1 മോഡ് b2. മോഡ് b1 മോഡ് b2 റൂട്ട് 29 അല്ലേ. റൂട്ട് 29 ഇൻറ്റു റൂട്ട് 29 ചെയ്താൽ എന്ത് കിട്ടും? 29. റെഡി? സോ ഫൈനൽ ആൻസർ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 16/29. 16/29. റെഡി? അപ്പോ രണ്ട് ലൈൻസ് തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 മോഡ് b2 ചെയ്യാം കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, 3D യുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ചാൻസ് കൂടിയ ഏറ്റവും അധികം ഗ്ലാമറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് അല്ലെ. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. രണ്ട് ലൈൻസ് തന്നിട്ട് മക്കളെ എന്ത് കണ്ടുപിടിക്കണം? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എടാ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ രണ്ട് ലൈൻസും ചെക്ക് ചെയ്യണം നിങ്ങൾ. സ്ക്യൂ ലൈൻസ് ആണോ അഥവാ പാരലൽ ലൈൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ അല്ലെ. രണ്ടിന് രണ്ട് ഇക്വേഷനാണ്. എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? സ്ക്യൂ ലൈൻ പാരലൽ ലൈൻ. നിങ്ങളെ ഈ ലാംഡ അതുപോലെ ഇവിടെ മ്യൂ ഉണ്ട് അല്ലെ, കോൺസ്റ്റന്റ് ഉണ്ട്. ഈ കോൺസ്റ്റന്റ് കഴിഞ്ഞ് വരുന്ന രണ്ട് വെക്ടേഴ്സും ചെക്ക് ചെയ്യാം. ആ കോൺസ്റ്റന്റ് കഴിഞ്ഞ് വരുന്ന രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ ദേ ആർ പാരലൽ. കോൺസ്റ്റന്റ് കഴിഞ്ഞ് വരുന്ന രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ ദേ ആർ പാരലൽ. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? i/j/k കമ്പോണൻസ് ഒക്കെ സെയിം ആയിരിക്കണം, എക്സാക്ട് റെപ്ലിക്ക ആവണം അല്ലെ. ഇവിടെ 2i മൈനസ് j പ്ലസ് k, മറ്റേ എന്താ 3i മൈനസ് 5j പ്ലസ് 2k, രണ്ട് വെക്ടേഴ്സാ അല്ലെ. സോ ദേ ആർ നോട്ട് ഈവൻ പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് അല്ല. എന്ത് ലൈൻസാ? സ്ക്യൂ ലൈൻസ് ആണ്. എന്ത് ലൈൻസ് ആണ്? സ്ക്യൂ ലൈൻസ്. അപ്പോ ഇങ്ങനെ രണ്ട് സ്ക്യൂ ലൈൻസ് തന്നിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് a2 മൈനസ് a1 അല്ലെ ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2. ഇതായിരുന്നു നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റെഡി? അപ്പോ അതില് a2 മൈനസ് a1 ആരാ? a2 മൈനസ് a1 ആദ്യത്തെ ലൈനിന്റെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് a1. രണ്ടാമത്തെ ലൈൻ കടന്നു പോകുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് a2 അല്ലെ. ദാറ്റ് ഈസ് മക്കളെ ആദ്യത്തെ ലൈൻ ഇതാണ് a1, രണ്ടാമത്തെ ലൈനിൽ ഇതാണ് a2. a2 മൈനസ് a1 എങ്ങനെ ചെയ്യടാ? നോക്കിയേ, 2 മൈനസ് 1 i അല്ലെ, j മൈനസ് j 0 0j അല്ലെ,
കെ -1 മൈനസ് അവിടെ കെ കമ്പോണന്റ് ഇല്ല, -1 -0 എന്താ മൈനസ് കെ. ഓക്കെ, അപ്പൊ നമുക്ക് A2 - A1 കിട്ടി. എത്രയാ I + 0j - k. റെഡി? ഇനി ശ്രദ്ധിക്കുക, എങ്ങനെയാ നമ്മള് എന്ത് കണ്ടുപിടിക്കണ്ടേ? B1 ക്രോസ് B2 അല്ലെ, B1 ക്രോസ് B2, B1 ക്രോസ് B2 ക്രോസ് പ്രൊഡക്റ്റാ. നമ്മൾ ഡിറ്റർമിനന്റ് വരക്കണം, I J K വരച്ചു. റെഡി? കമ്പോണൻസ് ചെയ്തണ്ടേ? B1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ. ആദ്യത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ ഏതാ? ലാംഡ കഴിഞ്ഞ് വരുന്ന ആള് 2i - j + k. കമ്പോണൻസ് എഴുതിക്കോ. I കമ്പോണന്റ് 2, J കമ്പോണന്റ് -1, K കമ്പോണന്റ് 1. റെഡി? യെസ്. B1 ക്രോസ് B2, B2 രണ്ടാമത്തെ വെക്ടർ, രണ്ടാമത്തെ വെക്ടറിന്റെ പാരലൽ വെക്ടർ ആരാ? 3i - 5j + 2k. കമ്പോണൻസ് ചെയ്തു 3 - 5 2, 3 - 5 2. റെഡി? എങ്ങനെ സോൾവ് ചെയ്യണ്ടേ? യെസ്, I ഇൻറ്റു I വരുന്ന റോയും കോളം ഒഴിവാക്കാം. ഒഴിവാക്കിയില്ലേ? -1 × 2 -2 മൈനസ് -5 × 1 എത്രയാ? -5. റെഡി? -2 - വന്നാൽ പ്ലസ് അല്ലേ? 5 - 2 എത്ര കിട്ടി മക്കളെ? നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. -j ഇൻറ്റു J വരുന്ന റോയും കോളം ഒഴിവാക്കാം. J വരുന്ന റോയും കോളം ഒഴിവാക്കിയേ. J വരുന്ന റോയും കോളം ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആരവിടെ ബാക്കിയുള്ളേ? 2 ഉണ്ടാവും, 1 ഉണ്ടാവും, 3 ഉണ്ടാവും, 2 ഉണ്ടാവും അല്ലേ? ക്രോസ് ചെയ്തേ. 2 × 2 4 -1 × 3 3, 4 - എത്രയാ? അവിടെ 1 എന്ന് കിട്ടും കേട്ടോ. പ്ലസ് K ഇൻറ്റു K വരുന്ന റോയും കോളം ഒഴിവാക്കണം. K വരുന്ന റോയും കോളം ഒഴിവാക്കിയേ. K വരുന്ന റോയും കോളം ഒഴിവാക്കിയാൽ നമുക്ക് ആരെ കിട്ടും അവിടെ? 2 - 1 3 - 5, 2 - 1 3 - 5 ഇൻറ്റു ചെയ്തോ. 2 × -5 -10, മൈനസ് 3 × -1 എത്രയാ? -3 അല്ലേ? 2 × -5 ചെയ്താൽ -10 കിട്ടും. -3 × -1 -3, മൈനസ് പ്ലസ് ആണല്ലോ. -10 + 3 -10 + 3 എത്രയാ? -10 + 3 -7. ഓക്കെ, അപ്പൊ നമുക്ക് B1 ക്രോസ് B2 കിട്ടി. B1 ക്രോസ് B2 എത്ര കിട്ടി? 3i - j - 7k, 3i - j - 7k. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും കൂടെ കണ്ടുവെക്കുക. കാരണം ഡിനോമിനേറ്ററിൽ നോക്കിയേ, B1 ക്രോസ് B2 മാഗ്നിറ്റ്യൂഡ് അവിടെ കണ്ടു കേട്ടോ. B1 ക്രോസ് B2 മാഗ്നിറ്റ്യൂഡ് അതും കൂടി കണ്ടുവെക്കുക. √3 ന്റെ സ്ക്വയർ 9, -1 ന്റെ സ്ക്വയർ 1, -7 ന്റെ സ്ക്വയർ എത്രയാ? 49. എത്ര കിട്ടും? 49 + 1 50, √59. റെഡി? അപ്പോ A2 - A1 B1 ക്രോസ് B2 B1 ക്രോസ് B2 മാഗ്നിറ്റ്യൂഡ് ആയി. ന്യൂമറേറ്ററിൽ ആര് വേണം മക്കളെ? A2 - A1 ഡോട്ട് B1 ക്രോസ് B2 വേണം. B1 ക്രോസ് B2 വേണം അല്ലേ? എങ്ങനെ ചെയ്യണ്ടേ? A2 - A1 തന്നിട്ടുണ്ട്. I + 0j - k ഡോട്ട് B1 ക്രോസ് B2 എത്ര വരുന്നത്? 3i - j - 7k അല്ലേ? എങ്ങനെ ചെയ്യേണ്ടത്? ഡോട്ട് പ്രൊഡക്റ്റ് കറസ്പോണ്ടിങ് കമ്പോണൻസ് ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ 1, ഇവിടെ 3 3, 0 × -1 0, -1 × -7 +7 എത്ര കിട്ടി? 10 എന്ന് കിട്ടും. റെഡി? അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എല്ലാമായി ഇക്വേഷൻ എഴുതുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് A2 - A1 ഡോട്ട് B1 ക്രോസ് B2 കിട്ടി 10 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 കിട്ടി √59. രണ്ടും പോസിറ്റീവ് ആണ്. ആൻസർ എത്രയാ? 10/√59. 4 മാർക്കിന്റെ ചോദ്യം. എളുപ്പം വന്നു കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിക്കരുത്. ഇക്വേഷൻസ് A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡ് B1 ക്രോസ് B2. റെഡി? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. 3Dയിൽ നിന്നും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ കേട്ടോ. 4 മാർക്കാണ് കേട്ടോ മക്കളെ കിട്ടുക. യെസ്, നമുക്ക് റൈറ്റ് ദി വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. വെക്റ്റർ ഇക്വേഷൻ ഏതാണ്? ഈ തന്നിരിക്കുന്ന സാധനം ഏത് ഇക്വേഷനാ? ഇത് കാർട്ടീഷ്യൻ ഇക്വേഷനാ അല്ലേ? കാർട്ടീഷ്യൻ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? x - x1/a1, y - y1/b1, z - z1/c1 കേട്ടോ. അപ്പോ തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാണോ ചെക്ക് ചെയ്യണം. നമുക്ക് എക്സ് മൈനസ് ഒരാൾ വേണ്ടേ? പക്ഷെ ഇവിടെ ആരുള്ളൂ? എക്സ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? എടാ എക്സ് മൈനസ് ഒരാൾ വേണം. ഇപ്പൊ എങ്ങനെ കൊടുക്കാം? എനിക്ക് ഇങ്ങനെ കൊടുക്കാലോ, x - 0/2. പ്രശ്നമുണ്ടോ? x - 0/2, x - 0 x അല്ലേ? യെസ്. അപ്പൊ അതേ സ്ട്രക്ചർ ആയില്ലേ? എക്സ് മൈനസ് ഒരാളുണ്ട്, ആളാരാ? 0. റെഡി? y - 2/3 ഓൾറെഡി ആ സ്റ്റാൻഡേർഡ് ഫോമില കേട്ടോ. y - 2/3 ഈസ് ഈക്വൽ ടു z + 1/1 എന്നാ. നമുക്ക് z പ്ലസ് എന്നാണോ വേണ്ടേ? അല്ല, z മൈനസ് എന്നാ വേണ്ടേ. റെഡി? അപ്പൊ z മൈനസ് ഈ +1 എങ്ങനെ മാറ്റി എഴുതാം? -1 എന്ന് എഴുതിയാൽ മക്കളെ z - ഓഫ് -+1 തന്നെയല്ലേ?
അപ്പൊ z+1 എങ്ങനെ മാറ്റിയതാം? z മൈനസ് -1 ഹോൾ ബൈ 1. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് രൂപത്തിലായി അല്ലേ? പറഞ്ഞോ, ലൈൻ കടന്നു പോകുന്ന പോയിന്റ് ഏതാ മക്കളെ? പറ. എക്സ് മൈനസ് കഴിഞ്ഞു വരുന്ന ആളാണ് ആര്? എക്സിന്റെ കോർഡിനേറ്റ്. എക്സ് മൈനസ് കഴിഞ്ഞു വരുന്ന ആളാണ് എക്സ് കോർഡിനേറ്റ്. എക്സ് മൈനസ് വരുന്ന ആളാരാ? 0. റെഡി? വൈ മൈനസ് കഴിഞ്ഞു വരുന്ന ആളാണ് ആര്? വൈ കോർഡിനേറ്റ്. വൈ മൈനസ് കഴിഞ്ഞിട്ട് ബാക്കി ആരാളാണ് അവിടെ? 2 അല്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സെഡ് മൈനസും കഴിഞ്ഞിട്ട് ബാക്കി ആരാ അവിടെ ഉള്ളത്? -1 ആണ് ആര്? സെഡ് കോർഡിനേറ്റ്. റെഡി? ഓക്കെ, ശ്രദ്ധിക്കുക. എക്സ് മൈനസ് കഴിഞ്ഞ് വരുന്ന ആളാണ് x1, വൈ മൈനസ് കഴിഞ്ഞ് വരുന്ന ആളാണ് y കോർഡിനേറ്റ്, സെഡ് മൈനസ് എന്ന് കഴിഞ്ഞ് വരുന്ന ആളാണ് സെഡ് കോർഡിനേറ്റ്. കേട്ടോ? യെസ്, 0 to -1. ഇനി എങ്ങനെയാ പാരലൽ വെക്ടർ നമ്മൾ എഴുതാ? അടിഭാഗത്തെ ആളുകൾ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ IJK കമ്പോണൻസിന്റെ കോഎഫിഷ്യന്റ്. അങ്ങനെ തന്നെ പഠിക്കുക. ഇവിടെ 2 ആരുടെ കോഎഫിഷ്യന്റ്? ഐന്റെ. 3J പ്ലസ് 1K. റെഡി? അപ്പോ വെക്ടർ ഇക്വേഷൻ എഴുതാം. R is equal to A plus lambda B എന്നാണ്. R is equal to what is A? പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. പോയിന്റ് തന്നിട്ടുണ്ട് 0 to -1. അപ്പൊ എങ്ങനെ പൊസിഷൻ വെക്ടർ എഴുതാം? കമ്പോണൻസിന് കൂടെ IJK കൊടുക്കാം അല്ലെ? അപ്പൊ നോക്കിയാ ഫസ്റ്റ് 0I പ്ലസ് 2J മൈനസ് K പ്ലസ് ലാംഡ ഇൻറ്റു B എത്രയാ? 2I 3J പ്ലസ് K. റെഡി? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതേണ്ടത്. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. കാർട്ടീസിയൻ ഇക്വേഷൻ ഓഫ് 2 ലൈൻസ് ആർ ഗിവൺ. 2 ലൈൻസിന്റെ കാർട്ടീസിയൻ ഇക്വേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. തൊട്ട് മുന്നേ ചെയ്ത അതേ പരിപാടിയാണ്. റെഡി? നമുക്ക് അതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതണം. നോക്കടാ, x+1 ആണ്. x+1 എങ്ങനെ മാറ്റിയതാ? x മൈനസ് 1/7. റെഡി? y+1 എങ്ങനെ മാറ്റിയതും y മൈനസ് 1/-6. z+1 എങ്ങനെ മാറ്റിയത്? z മൈനസ് 1/1. കേട്ടോ? ഇത് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലാണ് അല്ലെ? x-3 y-5. ഓക്കെ, അപ്പൊ അത് ചെയ്യാം, പ്രശ്നമില്ലല്ലോ. യെസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഞാൻ പറഞ്ഞു ഈ 2 ലൈൻസും സ്ക്യൂ ലൈൻസ് ആണോ പാരലൽ ലൈൻസ് ആണോ ചെക്ക് ചെയ്യണം അല്ലെ? ഫസ്റ്റ് ലൈൻ്റെ പാരലൽ വെക്ടർ ആരാ? 7I മൈനസ് 6J പ്ലസ് K ആണ് അല്ലെ? രണ്ടാമത്തെ ലൈൻ്റെ പാരലൽ വെക്ടർ ആരാ? അടിഭാഗത്ത് നോക്ക്, 1 - 2 1 അല്ലേ? I മൈനസ് 2J പ്ലസ് K അല്ലേ? മക്കളെ, ഇത് രണ്ടും ഈക്വൽ ആണോ? ഇത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഈ 2 ലൈൻസും എന്ത് ലൈൻസാ? സ്ക്യൂ ലൈൻസ് ആണ് അല്ലെ? സ്ക്യൂ ലൈൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. മോഡുലസ് ഓഫ് A2 - A1 ഡോട്ട് B1 ക്രോസ് B2 മോഡ് B1 ക്രോസ് B2. റെഡി? യെസ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈൻസ് അവിടെ എന്ത് രൂപത്തിലാണ് തന്നിട്ടുള്ളത്? കാർട്ടീസിയൻ ഫോമിലാണ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കും? 2 ലൈൻസ് കാർട്ടീസിയൻ രൂപത്തിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ശ്രദ്ധിക്കുക. 2 ലൈൻസ് കാർട്ടീസിയൻ രൂപത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഈ 2 ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, 2 ഇക്വേഷൻസും അത് തന്നെ യൂസ് ചെയ്യണം ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്ടറിലെ ഇക്വേഷൻ ഉണ്ടല്ലോ, B1.B2 നമ്മളിവിടെ ചെയ്തില്ലേ? B1.B2 ബൈ മോഡ് B1 മോഡ് B2 ഇത് വെച്ച് സോൾവ് ചെയ്യാം കേട്ടോ. എങ്കിലും ഞാൻ പറയാം, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? A1 A2 B1 B2 C1 C2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ B1 സ്ക്വയർ C1 സ്ക്വയർ ഇൻറ്റു A2 സ്ക്വയർ B2 സ്ക്വയർ C2 സ്ക്വയർ. ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ആംഗിൾ ആയി അല്ലേ? എങ്ങനെ ചെയ്യാം? ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലാണല്ലോ. x - 2/2 y - 1/5 z - 3/-5. റെഡി? -3 x - 2/-1 y - 4/8 എല്ലാം സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പോ A1 A2 2 × -1 -2 പ്ലസ് 5 × 8 40 അല്ലേ? -3 × 4 -12 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എത്ര കിട്ടി? 2 സ്ക്വയർ 4 5 സ്ക്വയർ 25 -3 സ്ക്വയർ 9 ഇൻറ്റു റൂട്ട് ഓഫ് അടുത്ത ആൾ എന്ത് വരും? -1 സ്ക്വയർ 1 8 സ്ക്വയർ 64 4 സ്ക്വയർ 16. റെഡി? യെസ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? കോസ് തീറ്റനെ കിട്ടി കേട്ടോ. യെസ്. എങ്ങനെയാ മക്കളെ സോൾവ് ചെയ്യുക? -2 + 40 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 38 അല്ലേ? 38 - 12 എത്ര കിട്ടും? 26 അല്ലേ? റെഡി? സോ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ന്യൂമറേറ്ററിൽ 26. റെഡി ആണല്ലോ? യെസ്. ഡിനോമിനേറ്ററിൽ വാ. റൂട്ട് 4 + 25 29 29 + 9 റൂട്ട് 38. റെഡി? യെസ്. ഇവിടെയോ 64 + 16 ചെയ്താൽ 6 70 80 81 81 ആറ് റൂട്ടാ? 9 റൂട്ട്. റെഡി? യെസ്. അപ്പൊ കോസ് തീറ്റ ആണെന്ത്? 26/9 റൂട്ട് 38.
അപ്പൊ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക? കോസ് ഇൻവേഴ്സ് ഈ വാല്യൂ. റെഡി? ഓക്കെ. അപ്പോ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ് കാർട്ടീസിയൻ ഫോമിലാണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ ഞാൻ തൊട്ട് മുന്നേ എഴുതിയിരുന്നു, അത് കോപ്പി ചെയ്യണം. ഒരു നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് b1.b2 ഡിവൈഡഡ് ബൈ മോഡ് b1 മോഡ് b2 ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. യെസ്. രണ്ടാമത്തത് അഗൈൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, എത്രാമത്തെ ഭാഷ എന്നാണ് ചോദിച്ചല്ലേ? ശ്രദ്ധിക്കുക, ഇത് രണ്ടും സ്ക്യൂ ലൈൻസ് അല്ലേ? അല്ലേ? i-3j+2k താഴെ 2i+3j+k രണ്ടും ഡിഫറെന്റ് വെക്ടേഴ്സാ അല്ലേ? സോ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ സ്ക്യൂ ലൈൻസ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കണ്ടേ ഇക്വേഷൻ? യെസ്. റൈറ്റ് ഓൾ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. എന്താ ഈ ഡയറക്ഷൻ കൊസൈൻസ്? അതിന് മുന്നേ എന്താണ് ഡയറക്ഷൻ ആംഗിൾസ്? അതല്ലേ എളുപ്പം. ഡയറക്ഷൻ ആംഗിൾസ്, എന്റെ വെക്ടർ ശ്രദ്ധിക്കുക, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ഇതാണ് വെക്ടർ അല്ലേ? ഈ വെക്ടർ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ, വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് മക്കളാര് ഗാമ. ഈ ആൽഫ ബീറ്റ ഗാമയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്ഷൻ ആംഗിൾസ്. ആൽഫ ബീറ്റ ഗാമയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്ഷൻ ആംഗിൾസ്. ഇതിന്റെയൊക്കെ കോസ് വാല്യൂ, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ, എന്താ ഡയറക്ഷൻ റേഷ്യോസ്? ശ്രദ്ധിക്കുക, ഈ ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ടല്ലോ, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന എല്ലാ സംഖ്യകളെയും, മീൻസ് എല്ലാ സെറ്റ് ഓഫ് സംഖ്യകളെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ആ ലൈനിന് ഈ ഡയറക്ഷൻ ആംഗിൾസും ഡയറക്ഷൻ കൊസൈൻസും യുണീക്ക് ആയിരിക്കും. അതായത് ഒരു ലൈൻ ഞാൻ എടുത്തു, ആ ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും അല്ലേ? ആൽഫ. വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഒറ്റ ആംഗിൾ ഉണ്ടാക്കുള്ളൂ, ബീറ്റ. സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഒറ്റ ആംഗിൾ ഉണ്ടാവുള്ളൂ, ഗാമ. റെഡി? ഈ ആംഗിളിന്റെ ഒക്കെ കോസ്റ്റ് വാല്യൂ യൂണീക്ക് ആയിരിക്കില്ല മക്കളെ. നേരെ മറിച്ച് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് യൂണീക്ക് ആണോ? അല്ല, അതൊന്നിൽ കൂടുതൽ ഉണ്ടാവും അല്ലേ? ഡയറക്ഷൻ കൊസൈൻസിനെ പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന എല്ലാ സംഖ്യകൾ, എല്ലാ സെറ്റ് ഓഫ് സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കും? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കും. റെഡി? ഓക്കെ, ആ പോയിന്റ് അവിടെ ഓർത്തിരിക്കണം. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യനിലേക്ക് വാ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ്. എടാ, എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി അല്ലേ? അപ്പോ കോസ് 0ന്റെ വാല്യൂ എത്രയാ? 1. കോസ് 0ന്റെ വാല്യൂ എത്രയാ? 1. എക്സ് ആക്സിസ് വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലേ? എത്ര? കോസ് 90ന്റെ വാല്യൂ? കോസ് 90 0. എക്സ് ആക്സിസ് സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ അഗൈൻ 90 ഡിഗ്രി ആ മക്കളെ. അവിടെ കോസ് 90, ആൻസർ എത്രയാ? 0. റെഡി? അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടിയോ? 1 0 0. എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ കൊസൈൻസ് 1 0 0. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. If a line makes angles alpha beta gamma with xyz axis respectively, then prove that sin square alpha, sin square beta, sin square gamma എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക കേട്ടോ, നമുക്ക് ഡയറക്ഷൻ ആംഗിൾസ് പഠിച്ച സമയത്ത് നിങ്ങൾ ഈ റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും. കോസ് സ്ക്വയർ ആൽഫ, കോസ് സ്ക്വയർ ബീറ്റ, കോസ് സ്ക്വയർ ഗാമ, ഇതൊക്കെ ചെയ്താൽ ആൻസർ എത്രയാ? 1 അല്ലേ? ഡയറക്ഷൻ കൊസൈൻസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ ആൻസർ എത്രയാ? 1. എടാ, കോസ് സ്ക്വയർ ആൽഫ അറിയാമെങ്കിൽ ഇതിനെങ്ങനെ സൈൻ ടേംസിലേക്ക് മാറ്റാം? 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് എഴുതി കൂടെ? പ്ലസ് ഇയാൾ എങ്ങനെ മാറ്റാം? 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ എന്ന് എഴുതി കൂടെ? ഇയാളെയോ 1 മൈനസ് സൈൻ സ്ക്വയർ ഗാമ എന്ന് എഴുതി കൂടെ? ദിസ് ഈസ് ഈക്വൽ ടു 1. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്തേ. 1 + 1 + 1 3 എന്ന് കിട്ടും അല്ലേ? ബാക്കി ആരോ ഉള്ളേ? മൈനസ് സൈൻ സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ മൈനസ് സൈൻ സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. സോൾവ് ചെയ്തേ. 3 - 1 ഇങ്ങോട്ട് വന്നു. മൈനസ് സൈൻ സ്ക്വയർ, ഈ സൈൻ്റെ ടേംസ് ഒക്കെ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് പോകും. സൈൻ സ്ക്വയർ ആൽഫ, സൈൻ സ്ക്വയർ ബീറ്റ, സൈൻ സ്ക്വയർ ഗാമ. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 - 1 2. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? സൈൻ സ്ക്വയർ ആൽഫ, സൈൻ സ്ക്വയർ ബീറ്റ, സൈൻ സ്ക്വയർ ഗാമ നമുക്ക് പ്രൂവ് ചെയ്യണം 2. റെഡി? അപ്പോ ഈ റിലേഷൻ ഓർത്തിരിക്കുക കേട്ടോ. ഡയറക്ഷൻ കൊസൈൻസിന്റെ റിലേഷൻ ഓർത്തിരിക്കുക. Ready? Yes. If a line makes equal angles with the 3 coordinate axes, ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് 3 സെയിം ആ. ആൽഫ, ബീറ്റ, ഗാമ ഇതെല്ലാം സെയിം ആട്ടോ. തീറ്റ, ഞാൻ തീറ്റ നേരത്തെ. ഫൈൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ലൈൻ. ക്വസ്റ്റ്യൻ. റെഡി? നോക്കടാ. കോസ് സ്ക്വയർ ആൽഫ, കോസ് സ്ക്വയർ ബീറ്റ, കോസ് സ്ക്വയർ ഗാമ, ഇത് 3 സ്ക്വയർ ആഡ് ചെയ്താൽ 1 അല്ലേ? ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ സെയിം ആണല്ലോ. ഞാൻ തീറ്റ നേരത്തിലേക്ക് കൊടുക്കാലോ. കോസ് സ്ക്വയർ തീറ്റ
കോസ് സ്ക്വയർ തീറ്റ ഇത് മൂന്നും ആൻസർ എത്രയാ 1 അല്ലേ 3 കോസ് സ്ക്വയർ തീറ്റ 1 കോസ് സ്ക്വയർ തീറ്റ 1/3 മക്കളെ കോസ് തീറ്റ എത്ര വരും 1/√3 അല്ലേ റൂട്ട് എടുത്താൽ 1/√3 റെഡി അപ്പൊ കോസ് തീറ്റ 1/√3 കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ തീറ്റ എല്ലാം സെയിം അല്ലേ യെസ് എല്ലാം 1/√3 കേട്ടോ yes find the value of p if the lines x minus 5/7 y plus 2/-5 z by 1 and x by 1 y by p z by 3 are perpendicular രണ്ട് ലൈൻസ് ഏത് ഫോമില തന്നിട്ടുള്ളത് കാർട്ടീഷ്യൻ ഫോമില തന്നിട്ടുള്ളത് അല്ലേ രണ്ട് ലൈൻസ് കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞു അല്ലേ എടാ രണ്ട് ലൈൻസ് കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് എങ്ങനെ നമ്മൾ പെർപെൻഡിക്കുലാരിറ്റി ചെക്ക് ചെയ്യണ്ടേ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഈ വാല്യൂ എന്തായിരിക്കും മക്കളെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ വാല്യൂ 0 ആയിരിക്കും റെഡി അതായത് ആദ്യത്തെ ലൈൻ ഡയറക്ഷൻ റേഷ്യോസും രണ്ടാമത്തെ ലൈൻ ഡയറക്ഷൻ റേഷ്യോസും ആണത് a1 b1 c1 a2 b2 c2 കേട്ടോ ഇൻഡു ചെയ്ത് ആഡ് ചെയ്താൽ 0 അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ദേ ആർ പെർപെൻഡിക്കുലർ കേട്ടോ ഓക്കെ അപ്പോൾ എഴുതിക്കോ 7 × 1 7 അല്ലേ എന്നോട് എഴുതാം 7 × 1 പ്ലസ് -5 × p പ്ലസ് 1 × 3 ചെയ്താൽ ആൻസർ എന്താ 0 ആണ് കേട്ടോ കൊടുത്തോ 7 × 1 7 പ്ലസ് -5 × p എത്രയാ -5p പ്ലസ് 3 is equal to 0 7 plus 3 10 അല്ലേ -5p ഇങ്ങോട്ട് വന്നാൽ 5p p എത്രയാ വരുന്നത് 10/5 എത്ര കിട്ടും മക്കളെ 2 റെഡി അല്ലേ ഓക്കെ അല്ലേ 7 × 1 7 -5 × p -5p 1 × 3 3 ഓക്കെ 7 × 3 10 -5p അങ്ങോട്ട് പോയാൽ +5p പിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് 10/5 = 2 ഓക്കെ ഈ സംഗതി വിടാതെ പിടിക്കണം കേട്ടോ a1 a2 b1 b2 c1 c2 എന്തായിരിക്കും മക്കളെ 0 ആയിരിക്കും റെഡി യെസ് സെയിം സാധനം കേട്ടോ ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹാവിംഗ് ഡയറക്ഷൻ റേഷ്യോസ് നേരെ തന്നിട്ടുണ്ട് a1 b1 c1 എത്രയാ 1 1 2 a2 b2 c2 √3 - 1 -√3 -√3 - 1 4 റെഡി പ്രശ്നമില്ലല്ലോ a1 a2 b1 b2 c1 c2 ഡിവൈഡഡ് ബൈ അല്ലേ √a1 സ്ക്വയർ b1 സ്ക്വയർ c1 സ്ക്വയർ ആഡ് ചെയ്യാം √a2 സ്ക്വയർ b2 സ്ക്വയർ c2 സ്ക്വയർ ആഡ് ചെയ്യാം കേട്ടോ യെസ് അഗൈൻ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് രണ്ട് ലൈൻസ് തന്നു ദേ ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു ക്ലിയർ അല്ലേ രണ്ട് ലൈൻസ് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തൊട്ട് മുന്നേ ചെയ്ത പി വാല്യൂ കണ്ടുപിടിച്ച അതേ ക്വസ്റ്റ്യൻ കേട്ടോ അവിടെ പി ആയിരുന്നു ഇവിടെ ലാംഡയാണ് കേട്ടോ ഒന്നുമില്ല 3 × 3 ലാംഡ 2 ലാംഡ × 1 2 × -5 ഇതൊക്കെ ആഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കണം 0 ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ യെസ് അഗൈൻ സെയിം കോൺസെപ്റ്റ് a1 b1 c1 a2 b2 c2 ആർ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ടു ലൈൻസ് എന്താ കണ്ടീഷൻസ് ഫോർ പെർപെൻഡിക്കുലാരിറ്റി നമ്മൾ പറഞ്ഞു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഇത് ചെയ്താൽ ആൻസർ എന്താണ് 0 ആയിരിക്കണം ഫോർ പെർപെൻഡിക്കുലർ ലൈൻസ് റെഡി പാരലലിസം ഒന്നുകൂടി ചെക്ക് ചെയ്യാണ് a1/a2 b1/b2 c1/c2 ഈ റേഷ്യോ സെയിം ആണെങ്കിൽ ദേ ആർ പാരലൽ കേട്ടോ a1 a2 b1 b2 c1 c2 ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ റെഡി യെസ് റൈറ്റ് ദി ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ ലൈൻ x = 2y = 3z ഇത് കാർട്ടീഷ്യൻ ഫോർമുല അല്ലെ ijk ഒന്നും ഇല്ലല്ലോ കാർട്ടീഷ്യൻ ഫോർമുല അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം എന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ ഡയറക്ഷൻ റേഷ്യോ കിട്ടുള്ളൂ അല്ലെ കാർട്ടീഷ്യൻ ഫോം അറിയാലോ x - x1/a1 y - y1/b1 z - z1/c1 ഇതിലെ മക്കളെ ഏതായിരുന്നു ഡയറക്ഷൻ സോറി എഴുതാം x - x1/a1 y - y1/b1 z - z1/c1 റെഡി യെസ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ എന്ന് ചോദിച്ചാൽ മക്കളെ ഈ താഴെ അടിഭാഗത്ത് a1 b1 c1 ഡിനോമിനേറ്റർ എടുക്കുന്നത് കേട്ടോ ശ്രദ്ധിക്കുക അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ ഇതിനൊന്നും എന്തില്ല ഡിനോമിനേറ്റർ ഇല്ല അല്ലേ ഡിനോമിനേറ്റർ ഇല്ലെങ്കിൽ വെറുതെ സിംപ്ലി 1 കൊടുക്കാലോ 2y/1 3z/1 പ്രശ്നമുണ്ടോ ചാടിക്കയറിയ ഡയറക്ഷൻ റേഷ്യോസ് 1 1 1 കൊടുക്കരുത് തെറ്റാണ് കേട്ടോ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം സ്റ്റാൻഡേർഡ് ഫോം എന്താ എക്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ എക്സ് മൈനസ് സംതിങ് വരണം അല്ലെ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ എങ്ങനെ കൊടുക്കാം എക്സ് - 0/1 ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആയില്ലേ റെഡി രണ്ടാമത്തത് ഇവിടെ 2y എന്നുള്ളൂ അല്ലെ എങ്ങനെ മക്കളെ കൊടുക്കുക 2y - 0/1 എന്ന് കൊടുത്താൽ ഒരു പകുതി വരെ റെഡി ആയില്ലേ ഡിഫറൻസ് വന്നില്ലേ അല്ലെ ഇവിടെ എടാ
3z മൈനസ് 0/1 എന്ന് കൊടുത്താലും മക്കളെ ആ മൈനസ് സൈൻ ന്യൂമറേറ്ററിൽ വന്നല്ലോ, പ്രശ്നമില്ല. എക്സ് മൈനസ് 0/1 ഇസ് ഈക്വൽ ടു 2y മൈനസ് 0/1. അവിടെ വൈന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. നമുക്ക് എത്രയാ വേണ്ട? വൈന്റെ കോഎഫിഷ്യന്റ് 1 ആ വേണ്ടേ അല്ലേ? അപ്പൊ 2ന്റെ ആവശ്യമില്ല അവിടെ. 2 എന്ത് ചെയ്യണം? 2 പുറത്തെടുത്ത് y മൈനസ് 0/2 0 അല്ലേ? 0/1. റെഡി? യെസ്. 3z മൈനസ് 0ലും അവിടെ നമുക്ക് 3യുടെ ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? z മൈനസ് z1 അല്ലേ? സെഡിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? 3 പുറത്തെടുക്ക്. യെസ്. z മൈനസ് 0/3 0 കേട്ടോ, ഡിവൈഡഡ് ബൈ 1. റെഡി? അഗൈൻ ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ മാറ്റി ഇവിടെ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. എക്സ് മൈനസ് 0/1 ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലായി കേട്ടോ. എക്സ് മൈനസ് 0/1 ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലായി. യെസ്. 2 into y മൈനസ് 0/1 അല്ലേ? ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, y മൈനസ് 0 ഓൾറെഡി അവിടെ ഉണ്ട്, 1/2 എന്ന് എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ അല്ലേ? ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ നെറ്റ് റിസൾട്ട് അവിടെ തന്നെയാ, ന്യൂമറേറ്റർ തന്നെയാ കേട്ടോ. യെസ്. സെയിം ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യാം. z മൈനസ് 0 ന്യൂമറേറ്ററിൽ ഈ 3യെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? 1ന്റെ ഡിനോമിനേറ്റർ ആക്കി എഴുതും. റെഡി? ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫോം ആയി. x minus 0/1, y minus 0/1/2, z minus 0/1/3. ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദ ലൈൻ ചോദിച്ചാൽ 1, 1/2, 1/3. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ഗിവൺ സ്ട്രൈറ്റ് ലൈൻ r equal to 3i plus 2j minus 4k plus lambda i plus 2j plus 2k. അടുത്ത ലൈൻ എന്നിട്ട് 5j minus 2k plus mu into 3i plus 2j plus 6k. രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാ. രണ്ട് ലൈൻസ് തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് b1 ഡോട്ട് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 മോഡ് b2 ചെയ്താൽ ആംഗിൾ കൈ കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോ b1 b2 ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി. ആരാടാ b1? ആദ്യത്തെ ലൈൻ കാണുന്നുണ്ടോ? ആദ്യത്തെ ലൈനില് ലാംഡ കഴിഞ്ഞ് വരുന്ന ആളാണ് അതിന്റെ പാരലൽ വെക്ടർ. റെഡി? ഇനി b2 കണ്ടുപിടിക്കാൻ മക്കളെ രണ്ടാമത്തെ ലൈൻ നോക്കിയേ. രണ്ടാമത്തെ ലൈനിൽ കോൺസ്റ്റന്റ് മ്യൂ ആണല്ലോ. മ്യൂ കഴിഞ്ഞ് വരുന്ന ആ വെക്ടർ ആണ് എന്ത്? രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ. b1ഉം b2ഉം കിട്ടിയില്ലേ? ഡയറക്റ്റ് ചെയ്യാലോ. b1 ഡോട്ട് b2 ചെയ്യാ, താഴെ മോഡുലസ് ഓഫ് b1 മോഡുലസ് ഓഫ് b2. റെഡി? യെസ്. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. obtain a unit vector perpendicular to both these lines. ഈ രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ലൈൻ കണ്ടുപിടിക്കണം. such that it should be a unit vector. റെഡി? എടാ, നമ്മൾ വെക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്ത അതേ കൺസെപ്റ്റ്. രണ്ട് ലൈൻസ് തന്നിട്ട് പെർപെൻഡിക്കുലർ ലൈൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? അതിന്റെ രണ്ടിനെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ഇവിടെ ആരുടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണ്ടേ? സി, L1 എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, L1ന്റെ പാരലൽ വെക്ടർ ആണ് ആര് മക്കളെ? i plus 2j plus 2k അല്ലേ? L2 എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, L2ന്റെ പാരലൽ വെക്ടർ ആണ് ആര്? 3i plus 2j plus 6k. റെഡി? അപ്പോ L1 L2നും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i plus 2j plus 2kക്കും 3i plus 2j plus 6kക്കും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. റീസൺ എന്താ? ദേ ആർ പാരലൽ അല്ലേ? അപ്പൊ പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, പാരലൽ വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി കേട്ടോ. എന്താ ചെയ്യണ്ടേ? പാരലൽ വെക്ടേഴ്സ്. ആരാ പാരലൽ വെക്ടേഴ്സ്? ശ്രദ്ധിക്കുക, b1 is equal to ആദ്യത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ i plus 2j plus 2k. b2 രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ ആരാ? 3i plus 2j plus 6k അല്ലേ? ഈ രണ്ട് പാരലൽ വെക്ടേഴ്സ്. ഓക്കെ, ഇവരെ രണ്ടും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ b1 ക്രോസ് b2 ചെയ്താൽ യു വിൽ ഗെറ്റ് അനദർ വെക്ടർ. ആ വെക്ടർ ഈ രണ്ടു പേർക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിച്ചേ, b1 ക്രോസ് b2 ഇതാ ഞാനിവിടെ ചെയ്യുന്നുണ്ടേ. b1 ക്രോസ് b2 ചെയ്യാൻ ഡിറ്റർമിനന്റ് ijk. റെഡി? b1 1 2 2, b2 3 2 6 അല്ലേ? i കമ്പോണൻസ് ശ്രദ്ധിച്ചോ. 2 into 6 12 minus 2 into 2 4 അല്ലേ? എത്ര കിട്ടും? 12 minus 4 8. മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോയും കോളം ഒഴിവാക്കാം.
ആരെ കിട്ടും 1 2 3 6 കിട്ടും അല്ലെ. 6 മൈനസ് 6 0. സമാധാനം. k വരുന്ന റോയും കൂടെ ഒഴിവാക്കാം. k വരുന്ന റോയും കൂടെ ഒഴിവാക്കിയാൽ 1 into 2 2 minus 6 2 minus 6 ചെയ്യുമ്പോൾ -4 കേട്ടോ. അപ്പൊ b1 ക്രോസ് b2 ചെയ്താൽ കിട്ടുന്ന പെർപെൻഡിക്കുലർ വെക്ടർ നമുക്ക് കിട്ടി. ആരാ? 8i plus 0j minus 4k. ഓക്കെ. അപ്പോ ഈ ഒരു വെക്ടർ ആർക്കൊക്കെ പെർപെൻഡിക്കുലർ ആയിരിക്കും? L1നും L2നും പെർപെൻഡിക്കുലർ ആയിരിക്കും. റെഡി? യെസ്. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. From the equation of line perpendicular to the given lines. From അല്ല കേട്ടോ, ഫോം ആണ്. From the equation of line perpendicular to the given lines passing through the point 1, 1, 1. ശ്രദ്ധിക്കുക, രണ്ട് ലൈൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, L1 ഉം L2. ആ രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഈ പോയിന്റിലൂടെ കടന്നു പോകണം. ഏതാ പോയിന്റ്? 1, 1, 1. റെഡി മക്കളെ? ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് വേണ്ട കാര്യം ഒന്ന്, ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് അറിയണം. അത് തന്നിട്ടുണ്ട് 1, 1, 1. റെഡി? ഇനി ആ ലൈനിന് പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്ന വെക്ടർ കിട്ടണം അല്ലെ. ആ ലൈനിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എടാ അങ്ങനെ ഒരു വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ, പെർപെൻഡിക്കുലർ വെക്ടർ 3i plus 0j minus 4k അല്ലെ. അപ്പൊ എങ്ങനെ ഇക്വേഷൻ ചെയ്താൽ r is equal to a plus lambda b r is equal to vector a, position vector of the point. എങ്ങനെ കണ്ടുപിടിക്കുക? 1, 1, 1 അല്ലേ. i plus j plus k plus lambda into കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലൂടെ പാസ് ചെയ്യണം, ആ വെക്ടറിന് പാരലൽ ആയിരിക്കണം അല്ലെ. ഈ പാരലൽ വെക്ടർ എന്താ പ്രത്യേകത? തന്നിരിക്കുന്ന രണ്ട് ലൈൻസിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. പെർപെൻഡിക്കുലർ വെക്ടർ ആരാ? 8i plus 0j minus 4k. കഴിഞ്ഞു കേട്ടോ. ഇത്രയും സോൾവ് ചെയ്താൽ മതി. റെഡി? ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി പോയിന്റ്സ് -1, 2, 4 ആൻഡ് 1, 0, 5. രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, എ ബി. റെഡി? എ എത്രയാ കോർഡിനേറ്റ്സ്? -2, 4 അല്ലെ, 1, 0, 5. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വി ഹാവ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ ലൈൻ ജോയിനിങ് 2 points. ഇത് ഞാൻ എന്റെ സൗകര്യാർത്ഥം ഞാൻ എന്ത് ചെയ്തു, ഇത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ബിയിൽ അവസാനിക്കുന്നു എന്ന് ഞാൻ എടുത്തു കേട്ടോ. ഓക്കെ. വെക്ടർ എ ബി പറഞ്ഞേ, എന്താ വെക്ടർ എ ബിയുടെ കമ്പോണന്റ് ഫോം അഥവാ വെക്ടർ കമ്പോണന്റ് ഫോം എങ്ങനെ എഴുതാം? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് അല്ലെ. 1 - -1 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? 2i. 1 - -1 ചെയ്യുമ്പോൾ 2i. 0 - 2 ചെയ്യുമ്പോൾ മക്കളെ -2j. ആൻഡ് 1 - 4 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? -3k. കിട്ടിയോ? വെക്ടർ എ ബി കിട്ടിയോ? റെഡി? യെസ്. നോക്കാം. 1, 0, 5 അല്ലെ. അപ്പൊ 5 - 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 - 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? k എന്ന് കിട്ടും. റെഡി? ഓക്കെ അല്ലേ? -1, 2, 4 1, 0, 5 1 - of -1 2 0 - 2 -2 5 - 4 k. ഇപ്പൊ വെക്ടർ എ ബി കിട്ടി. റെഡി? എടാ ഇങ്ങനെ വെക്ടർ എ ബി കിട്ടിയാലേ വെക്ടർ എ ബിയുടെ ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോസ് ആൽഫ അല്ലെ. കോസ് ആൽഫ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഐയുടെ കോഎഫിഷ്യന്റ് എടുക്കുക. ഐയുടെ കോഎഫിഷ്യന്റ് ആരാ? 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? 2 സ്ക്വയർ 4 -2ന്റെ സ്ക്വയർ 4 1ന്റെ സ്ക്വയർ 1. റെഡി? അപ്പൊ 2 ബൈ റൂട്ട് 4 + 4 + 1 എത്രയാ? റൂട്ട് 4 + 4 + 1 റൂട്ട് 9 3 അല്ലേ. നമുക്ക് എന്ത് കിട്ടി? 2/3 എന്ന് കിട്ടി. റെഡി? എങ്ങനെ കോസ് ബീറ്റ കണ്ടുപിടിക്കും? കോസ് ബീറ്റ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. ജെ കമ്പോണന്റിന്റെ കോഎഫിഷ്യന്റ് ആരാ? അവിടെ ജെയുടെ കൂടെ ആരാ സംഖ്യ? -2 ഡിവൈഡഡ് ബൈ അഗൈൻ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയാ? സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ? യെസ്. എത്ര കിട്ടും മക്കളെ നമുക്ക് ഇവിടെ? സെയിം മാഗ്നിറ്റ്യൂഡ് 3. കോസ് ഗാമ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിക്കുക. കെയുടെ കോഎഫിഷ്യന്റ് എത്രയാ? അവിടെ കെയുടെ കോഎഫിഷ്യന്റ് 1 ഡിവൈഡഡ് ബൈ അഗൈൻ മാഗ്നിറ്റ്യൂഡ് എത്രയാ? സെയിം ആണ്, ഒരേ വെക്ടർ അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം അല്ലേ? യെസ്. അപ്പൊ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആ കേട്ടോ. 2/3 -2/3 1/3. റെഡി? ഓക്കെ. വേണമെങ്കിൽ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. ശ്രദ്ധിക്കുക. ഒരു വെക്ടർ തന്നിട്ട് ഒരു വെക്ടർ നമുക്ക് തന്നിട്ടാ xi + yj + zk. ഇതാണ് എന്റെ വെക്ടർ തന്നിട്ട് നിങ്ങളോട് പറയാണ് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെ കോസ് ആൽഫ കണ്ടുപിടിക്കുക? x/√of x² + y² + z².
റെഡി? കോസ് ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? y ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. തീർന്നു. കോസ് ഗാമ ഈക്വൽ ടു സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ കൂടി നോട്ട് ചെയ്യണം, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, the coordinates of foot of the perpendicular from 1 to 1 on the x-axis. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് x-axis കേട്ടോ. എന്നാൽ വൈയും വരക്കാം, എക്സും വൈയും. റെഡി? ഒറിജിൻ ഒരു പോയിന്റ് ഉണ്ട്. പോയിന്റ് ആരാ? 1 2 1. റെഡി? അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ 3D ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോക്കിക്കോ, എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. റെഡി? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കോർഡിനേറ്റ്സ് ഓഫ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ് ഈ പോയിന്റ് കേട്ടോ. എവിടെയാണോ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. എടാ, എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ മക്കളെ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈയും സെറ്റും ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി? എക്സ് കോർഡിനേറ്റ് മാത്രം കിട്ടിയാൽ പോരെ. നോക്കടാ, ഇത് പെർപെൻഡിക്കുലർ അല്ലേ? ഇതിന്റെ അതേ ലെവലല്ലേ ഇയാള്? എക്സ് കോർഡിനേറ്റ് ആരാ? 1. റെഡി? കിട്ടി? ആൻസർ കിട്ടിയോ? 1 0 0 1 0 0. റെഡി? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ബി സി ആർ ആംഗിൾസ്, A, B, C are the angles which a line makes with coordinate axis, then value of sin square A, sin square B, sin square C. ഈ ഒരു സാധനം നമ്മൾ നേരത്തെ ചെയ്തിട്ടാ. ഈ സാധനം തന്നെ. sin square alpha, sin square beta, sin square gamma. എത്രയാ? 2 എന്ന് കിട്ടിയില്ലേ? സെയിം സാധനമാണ്. ഇവിടെ നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എടാ, എ ബി സി ആർ ദി ആംഗിൾസ് ലൈൻ മേക്സ് വിത്ത് കോർഡിനേറ്റ് ആക്സിസ് എന്നാലേ ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. എക്സ് വൈ സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആര്? എ ബി സി. റെഡി? നമുക്ക് അറിയാവുന്ന റിസൾട്ട് എന്താ? കോസ് സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ സി ചെയ്താൽ ആൻസർ എത്രയാ? 1 അല്ലേ? ആൽഫ ബീറ്റ ഗാമ. ഇതിനെ മാറ്റാം. 1 മൈനസ് സൈൻ സ്ക്വയർ എ പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ ബി പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ സി. 1 അല്ലേ? റെഡി? നമുക്ക് വേണ്ട അറിയാ? സൈൻ സ്ക്വയർ എ, സൈൻ സ്ക്വയർ ബി, സൈൻ സ്ക്വയർ സി. അങ്ങോട്ട് എടുക്കുക, മണ്ണിനെ അങ്ങോട്ട് എടുക്കുക. ആൻസർ എഴുതുക. 2 ആയിരിക്കും കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ഫൈൻഡ് ദി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് P ആൻഡ് Q. ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ വെക്ടർ എഴുതണം കേട്ടോ. ഇവിടെ വെക്ടർ Pയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, Qയിൽ അവസാനിക്കുന്നു കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിംഗ് പോയിന്റ് കൃത്യമായിട്ട് തന്നിട്ടില്ലെങ്കിൽ ആദ്യം തരുന്ന പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുക്കുക, അവസാനം തരുന്ന പോയിന്റ് എന്തെടുക്കുക? എൻഡിംഗ് പോയിന്റ് എടുക്കുക കേട്ടോ. അപ്പൊ വെക്ടർ പി ക്യൂ എങ്ങനെ നമ്മൾ ഇക്വേഷൻ ചെയ്ത? വെക്ടർ പി ക്യൂ 3 - 1 2y അല്ലേ? 4 - -1 5j. റെഡി? -2 - 2 -2 -4k. കിട്ടിയോ? വെക്ടർ പി ക്യൂ കിട്ടിയോ? വെക്ടർ പി ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇത് ഡയറക്ഷൻ കൊസൈൻസ് അല്ല. എന്താ? ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന എല്ലാ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, അത് യൂണിക് അല്ല, അത് ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. യെസ്. അപ്പൊ നിങ്ങൾ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ ഐന്റെയും ജെന്റെയും കെന്റെയും കോഎഫിഷ്യന്റ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആരൊക്കെയാ? 2 5 -4. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് സെറ്റ് ഓഫ് സംഖ്യകൾ ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെങ്കിൽ വെക്ടർ അങ്ങ് എഴുതുക, ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് എടുക്കുക. റെഡി? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർ ആൻഡ് എസ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് പി ക്യൂ ഈസ് പെർപെൻഡിക്കുലർ ടു ആർ എസ്. മക്കളെ, ആർ എസ് എന്ന വെക്ടർ എങ്ങനെയാണ് എഴുതാ? ആറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എസിൽ അവസാനിക്കണം. 3 - 0 3i, 5 - 3 2j, 6 - 2 എത്ര കിട്ടും? 4k. റെഡി? 3 - 0 3j, സോറി 3i, 5 - 3 2j, 6 - 2 4k. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? പി ക്യൂ ഡോട്ട് ആർ എസ് ചെക്ക് ചെയ്തേ. പി ക്യൂ ഡോട്ട് ആർ എസ് നോക്കൂ. 2 × 3 6 പ്ലസ് 5 × 2 10 -4 × 4 -16 6 × 10 16 16 16 പോയ 0 ആണെങ്കിൽ they are perpendicular. ശരി? റെഡി? ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലേ? എങ്കിൽ ചെയ്യാം.
ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ് നമ്മൾ കണ്ടുപിടിച്ച കേട്ടോ. ഓക്കെ, അതേ ലോജിക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വൈന്റെയും സെറ്റിന്റെയും ചെയ്യുക കേട്ടോ. വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. സോ കോസ് 0 അവിടെ എത്ര കിട്ടി, 1 കിട്ടി. എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. കോസ് 90 അവിടെ 0 കിട്ടി. സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. കോസ് 90 0. റെഡി? യെസ്. യെസ്. ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. എ ബി സി. എ എത്രയാ, 3 5 -4. ബി -1 1 2. സി -5 -5 -2. ഒരു ട്രയാങ്കിൾ എന്നുള്ളൊരു സാധനം ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ കേട്ടോ. ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ആദ്യം വെക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെ വെക്ടർ എ ബി കണ്ടുപിടിക്കാം? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ അവസാനിക്കണം കേട്ടോ. -1 -3 എത്ര വരും? -4i. റൈറ്റ്. 1 -5 ചെയ്യുമ്പോൾ എത്ര വരും? -4j അല്ലേ? 2 -4 ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 6k. റെഡി? അപ്പോൾ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ കോസ് ആൽഫയാണ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? -4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് -4ന്റെ സ്ക്വയർ 16, -4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36. റെഡി? കോസ് ബീറ്റ കണ്ടുപിടിക്കാൻ പ്രശ്നമില്ലല്ലോ. ജെ കമ്പോണന്റ്, ജെന്റെ കൂടെ നിൽക്കുന്ന സംഖ്യ -4 ആണ്. -4 ബൈ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ചെയ്താ കോസ് ബീറ്റ കണ്ടുപിടിക്കാൻ. റെഡി? കോസ് ഗാമ കണ്ടുപിടിക്കാൻ 6 ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. റെഡി? ഇതുപോലെ ബി സിയുടെയും കണ്ടുപിടിക്കണം, എ സിയുടെയും കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. യെസ്, ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണ്. അവിടെ ഒരു ട്രയാങ്കിൾ വന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, ഇഫ് എ ലൈൻ മേക്സ് ആംഗിൾ 90 ഡിഗ്രി, 135 ഡിഗ്രി, 45 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി വിത്ത് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആരാ? 90 ഡിഗ്രി ആൽഫ. റെഡി? വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. എത്രയാ? 135 ഡിഗ്രി. സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആരാ മക്കളെ? ഗാമ. അത് നമ്മൾ എന്താ വിളിക്കുക? ഗാമ എന്ന് വിളിക്കും. എത്ര ആംഗിൾ? 45 ഡിഗ്രി. റെഡി? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ അറിയാലോ. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഈ കോസ് ആൽഫയും കോസ് ബീറ്റ കോസ് ഗാമയും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കോസ് ആൽഫ, കോസ് 90യുടെ വാല്യൂ 0. കോസ് 45 1/√2. ആകെ ബുദ്ധിമുട്ട് കോസ് 135 ആയിരിക്കും അല്ലേ? എങ്ങനെ കോസ് 135 ഡിഗ്രി കണ്ടുപിടിക്കാം? യെസ്, സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ലല്ലോ കോസ് 135. റെഡി? കുറച്ച് ട്രിഗണോമെട്രി പറയണേ. സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ലല്ലോ. സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ല എങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ആംഗിൾ ടേംസിലേക്ക് മാറ്റണം. ഒന്നുകിൽ 90യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 180യുടെ മൾട്ടിപ്പിൾ. എങ്ങനെ എഴുതാടാ? കോസ് 135നെ 180 ഡിഗ്രി -45 എന്ന് മാറ്റി എഴുതാം. റെഡി? ഓക്കെ, ആൻസർ എത്ര കിട്ടും? കോസ് 45 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? 135 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. കോസ് അവിടെ നെഗറ്റീവ് ആണ്. -45 -1/√2. റെഡി? ഓക്കെ, സെറ്റ്. അഗൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് L1 ആൻഡ് L2. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് സ്ക്യൂ ലൈൻസ് ആണോ പാരലൽ ലൈൻസ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. മക്കളെ ചാടിക്കറി ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ സ്ക്യൂ ലൈൻസിന്റെ ഇക്വേഷനോ അല്ലെങ്കിൽ പാരലൽ ലൈൻസിന്റെ ഇക്വേഷനോ ആവേശം മൂത്ത് എഴുതരുത്. ഇതെന്തായാലും ചോദിക്കും, ശ്രദ്ധിക്കുക. ലാംഡ കഴിഞ്ഞ് വരുന്ന രണ്ട് വെക്ടേഴ്സ് സെയിം ആണോ ചെക്ക് ചെയ്യാം. രണ്ട് സെയിം അല്ലേ? 2i + 3j + 6k. താഴെ നോക്കിയേ, 2i + 3j + 6k. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും ശ്രദ്ധിക്കുക, ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. L1 is parallel to L2. L1 parallel to L2 ആണെങ്കിൽ മക്കളെ എങ്ങനെ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് b ക്രോസ് a2 - a1 ഡിവൈഡഡ് ബൈ മോഡ് b. b ക്രോസ് a2 - a1 ഡിവൈഡഡ് ബൈ മോഡ് b. എങ്ങനെയാ മക്കളെ a2 - a1 കണ്ടുപിടിക്കുക? ആദ്യത്തെ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് ആണ് a2, രണ്ടാമത്തെ ലൈൻ കടന്നു പോകുന്നതാണ് a1. ഇത് a2, ഇത് a1 കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കും? 3i - i 2i അല്ലേ? 3j - 2j + j -5 - -4 -5 - -4 -5 + 4 എത്ര കിട്ടും? -k. റെഡിയാണോ? 3i - i 2i, 3 - 2 1j, -5 - -i -5 + 4 എത്ര റെഡിയാ? -k. റെഡി? യെസ്. ഇനി b ക്രോസ് a2 - a1 ചെയ്യണം. എടാ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി കണ്ണും പൊട്ടി ആരെ വരക്കാം? പെട്ടി വരക്കട്ടാ. ijk ഡിറ്റർമിനന്റ്. റെഡി? ഫസ്റ്റ് റോയിൽ ijk കൊടുത്തു. സെക്കൻഡ് റോയില് ആദ്യത്തെ വെക്ടർ b അല്ലേ? ബിയുടെ കമ്പോണൻസ് ആരൊക്കെ മക്കളെ? 2 3 6.
റെഡി? A2 മൈനസ് 7ന്റെ കമ്പൗണ്ട് ആയിരിക്കുക 2 1 മൈനസ് 1. സോൾവ് ചെയ്യാൻ അറിയാലോ? യെസ്, ഒരുപാട് ചെയ്തതാണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു വെക്ടർ കിട്ടും. റെഡി? എങ്ങനെ കിട്ടുക? അവിടെ നോക്കിക്കോ. I ഇൻറ്റു I വരുന്ന റോയും കോളം ഒഴിവാക്കിയേ. 3 മൈനസ് 1 6 അല്ലേ? -3 -6 ചെയ്താൽ -9 കിട്ടും. റെഡി? മൈനസ് ജെ ഇൻറ്റു ജെ വരുന്ന റോയും കോളം ഒഴിവാക്കണം. ആരെ കിട്ടും? 2 6 2 മൈനസ് 1 -2 -12 ചെയ്താൽ -14 കിട്ടും. റെഡി? ദെൻ കെ വരുന്ന റോയും കോളം ഒഴിവാക്കിയേ. 2 -6 ചെയ്താൽ മക്കളെ അവിടെ കിട്ടുന്ന അറിയാ? 2 -6 ചെയ്താൽ അവിടെ കിട്ടുന്നത് -4k. റെഡി? അപ്പൊ നമുക്ക് കിട്ടുന്ന വെക്ടർ ആരാടാ? -9i + 14j -4k. റെഡി? ഇതാണ് ആര്? B ക്രോസ് A2 - A1. റെഡി? അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാനില്ല കേട്ടോ, ഡിസ്റ്റൻസ്, കാരണം പാരലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. റെഡി? യെസ്. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് B ക്രോസ് A2 - A1 കിട്ടി. അതൊരു വെക്ടർ ആണ്. -9i + 14j -4k ഡിവൈഡഡ് ബൈ മോഡ് ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആരാ? 2i + 3j + 6k അല്ലേ? എങ്ങനെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക? √4 + 3 ന്റെ സ്ക്വയർ 9 + 36 അല്ലേ? 36 + 4 40 49 റൂട്ട് എടുത്താൽ 7. റെഡി? അപ്പൊ ഡിസ്റ്റൻസ് ഒരിക്കലും വെക്ടറിൽ വരില്ല അല്ലേ? യെസ്. മക്കളെ മോഡുലസ് കൊടുക്കുമ്പോഴേ ഡിനോമിനേറ്റർ മോഡ് 7 തന്നെ, മോഡ് 7 തന്നെയാണ് 7. റെഡി? ന്യൂമറേറ്ററിൽ നമുക്കൊരു വെക്ടറിന്റെ മോഡുലസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഒരു വെക്ടറിന്റെ മോഡുലസ് എന്താ അതിന് ഉദ്ദേശിക്കുന്നത്? ആ വെക്ടറിന്റെ ലെങ്ത്, മാഗ്നിറ്റ്യൂഡ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കണം? √9ന്റെ സ്ക്വയർ 81 14ന്റെ സ്ക്വയർ 196 പിന്നെ എത്രയാ? 4ന്റെ സ്ക്വയർ എത്രയാ? 16 വരും അല്ലേ? ബൈ 7. ഓക്കെ, എത്ര കിട്ടും? 196 6 202 207 289 വരും അല്ലേ? 83 വരും. 283 അല്ലേ? യെസ്, 283. 196 16 കൂട്ട് 2 10 11 അല്ലേ? 81 കൂട്ടിക്കോ 293 കേട്ടോ. 293/7 വരും. √293/7. റെഡി? ഓക്കെ. അപ്പോ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഇയാളെ വെക്ടറിൽ മാത്രം വെക്കരുത്. അതാണ് അവിടെ ചെയ്യുന്ന മിസ്റ്റേക്ക് കേട്ടോ. വെക്ടറിൽ മാത്രം കണ്ടുപിടിച്ച് വെക്കരുത്. മോഡുലസിനകത്ത് വെക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി കണ്ടുപിടിക്കണം. യെസ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് പി സോ ദാറ്റ് 1 - x/3 7y - 14/2p z - 3/2 ഈസ് പെർപെൻഡിക്കുലർ ടു അടുത്ത വെക്ടർ. ഈ രണ്ട് ലൈൻസും ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ശ്രദ്ധിക്കുക, ഇത് രണ്ടും എന്തിലല്ല മക്കളെ? സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഇത് 1 - x/3 അല്ലേ? സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെ വരണം? x - x1/a1 വരണ്ടേ അല്ലേ? അപ്പൊ എങ്ങനെ മാറ്റിയതാ? -x + 1/3 അല്ലേ? ഒന്നുമില്ല, അതിന്റെ പൊസിഷൻ ഞാൻ മാറ്റിയെന്നുള്ളൂ. -x ആദ്യം എഴുതി, ദെൻ 1 എഴുതി. റെഡി? എങ്ങനെയാണ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുക? മൈനസിന്റെ ആവശ്യമില്ല, മൈനസ് പുറത്തെടുത്താൽ x -1/3. റെഡി അല്ലേ? ഈ മൈനസിനകത്തേക്ക് കൊടുത്താൽ നമുക്ക് ഇയാളെ തന്നെ കിട്ടില്ലേ? -(x) -x -(-1) +1. റെഡി? അപ്പോ സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതും? x - 1 ഡിവൈഡഡ് ബൈ ഈ മൈനസിനെ കൂടി താഴേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മക്കളെ അത് സ്റ്റാൻഡേർഡ് ഫോം ആയി. കണ്ടാ? x - 1/-3. റെഡി? അപ്പോ ഫസ്റ്റ് വെക്ടറിന്റെ 1 - x/3 നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ടോ. എന്താ? x - 1/-3 ഈക്വൽസ്. ശ്രദ്ധിക്കാം, രണ്ടാമത്തെ 7y - 14/2p അത് സ്റ്റാൻഡേർഡ് ഫോമിലാണോ? 7y എന്നാണോ നമുക്ക് വരണ്ടേ? നമുക്ക് വരേണ്ടത് എന്താ? y - y1/b1 അല്ലേ? y-ന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ എത്രയാ? 7 അല്ലേ? 7y - 14/2p. ആ 7ന്റെ ആവശ്യം നമുക്കില്ല. 7നെ പുറത്തെടുക്കുക. 7നെ പുറത്തെടുത്താൽ എന്ത് കിട്ടും? y - 14 7 പോയാൽ 14 7 കുറയ്ക്കല്ല ചെയ്യണ്ടേ? ഡിവൈഡ് ചെയ്യണം കേട്ടോ. 14/7 ചെയ്ത് എത്ര കിട്ടും? 2. റെഡി? സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കുക? 7 × y 7y 7 × 2 14 കറക്റ്റ് ആണ്. /2p. ഈ 7ന്റെ ആവശ്യം ഇവിടെ എന്താ? 7 ഇറക്കി കൂടെ y - 2/2p/7 എന്ന് മാറ്റി ചെയ്താൽ സ്റ്റാൻഡേർഡ് ഫോം ആയില്ലേ? y - 2/2p/7. ഓക്കെ, അപ്പോ y-യുടെ ടേംസ് നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി. y - 2/2p/7 ഈക്വൽസ് z - 3/2 ഓൾറെഡി സ്റ്റാൻഡേർഡാ. ഒന്നും ചെയ്യണ്ട, അനക്കണ്ട. z - 3/2 സെറ്റ്. രണ്ടാമത്തെ ലൈനിലേക്ക് വാ.
രണ്ടാമത്തെ ലൈനില് ഫസ്റ്റ് ടേം 7 - 7x by 3p സ്റ്റാൻഡേർഡ് ഫോമിലാണോ? നമുക്ക് എക്സ് മൈനസ് എന്നല്ലേ, എക്സിന് ടേം ആദ്യം വരണ്ടേ? യെസ്, എക്സിന് ടേം ഇവിടെ ആരാ? -7x അല്ലെ, +7 ഡിവൈഡഡ് ബൈ 3p. ഞാൻ ഒന്നും ചെയ്തില്ല, അതിന്റെ പൊസിഷൻ മാത്രം മാറ്റി. ആദ്യം എക്സിന്റെ ടേം എഴുതി. റെഡി? ഈ -7 ആവശ്യം നമുക്കില്ല, -7 പുറത്തെടുക്കുക കേട്ടോ. -7 പുറത്തെടുക്കുക. -7 എങ്ങനെ പുറത്തെടുക്കണ്ടേ? -7 പുറത്തെടുത്താല് എക്സ് എന്തായി മാറും മക്കളെ? എക്സ്, യെസ്, +7 -7 പുറത്തു വന്നാൽ -1 അല്ലേ? -1 അല്ലേ? ഡിവൈഡഡ് ബൈ 3p. നോക്കിയേ, -7 × x -7x, -7 × -1 +7. റെഡി? യെസ്, ഈ -7 ആവശ്യം നമുക്കില്ല കേട്ടോ. x - 1 by 3p by -7. റെഡിയാണോ? റെഡിയാണോ? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയത് റെഡിയാണോ? ഓക്കെ. അപ്പോ രണ്ടാമത്തെ വെക്ടർ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എക്സിനെ ടേം മാറ്റി കേട്ടോ. x - 1 by 3p by -7. റെഡി? ഈക്വൽസ്. ശ്രദ്ധിച്ചേ, വൈന്റെ ടേം നോക്കിയേ. വൈന്റെ ടേം ഓൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലല്ലേ. y - 5/1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോം ആട്ടോ. y - 5/1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോം ആണ്. 6 - z/5 സ്റ്റാൻഡേർഡ് ഫോം അല്ല. z - z1 by c1 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ ഒന്ന് മാറ്റിയതാണ്. -z ടേം ആദ്യം എഴുതി. പിന്നെ 6 + 6 ആണല്ലോ by 5. സെറ്റിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ സെറ്റിന്റെ കോഎഫിഷ്യന്റ് കൂടെ നിൽക്കുന്ന സംഖ്യ -1 ആ. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള്? മൈനസ് പുറത്തെടുത്ത് z + 6 എന്തായിട്ട് മാറും? -6 ഹോൾ ഡിവൈഡഡ് ബൈ 5. റെഡി? യെസ്. ശ്രദ്ധിക്കുക, മൈനസ് നമുക്ക് അവിടെ ആവശ്യമില്ല. എങ്ങോട്ട് മാറ്റി എഴുതണം? z - 6 by ഈ മൈനസ് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്താൽ -5 കേട്ടോ. അപ്പോ രണ്ട് ലൈൻസ് നമ്മൾ എന്തിലേക്ക് മാറ്റി? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി. റെഡി? രണ്ട് ലൈൻസ് നമ്മൾ എന്തിലേക്ക് മാറ്റി? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി. ഇനി ശ്രദ്ധിക്കുക, സി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് p യുടെ വാല്യൂ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് റൈറ്റ് ആംഗിൾസിലാണ് ഇവർ രണ്ടുപേരും. ദാറ്റ് ഈസ് ദെയർ പെർപെൻഡിക്കുലർ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് ഇഫ് ദേ ആർ ഗിവൺ ഇൻ കാർട്ടീസിയൻ ഫോം. കണ്ടീഷൻ നമുക്കറിയാം, a1 a2 b1 b2 c1 c2. ഇത് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്താൽ ആൻസർ എന്താ? 0 അല്ലേ? കൊടുക്കാലോ. -3 × -3p/7 പ്ലസ് 2p/7 × 1 പ്ലസ് 2 × -5 ചെയ്താൽ ആൻസർ എത്രയാ? 0. റെഡി? സോൾവ് ചെയ്തോ. -3 × -3 എത്ര വരും? 9p/7. 2p × 1/7 എന്ത് വരും? 2p/7. 2 × -5 -10 ആണ്. 0 -10 അങ്ങോട്ട് എടുത്താൽ +10 ഇവിടെ വരും. ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? കോമൺ ഡിനോമിനേറ്റർ 7. 9p + 2p ചെയ്താൽ 11p. 11p/7 = 10 കിട്ടി അല്ലേ? അപ്പൊ p എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? p = 7 മുകളിലേക്ക് എടുത്തോ. 7 × 10 70. 11 ഡിവിഷൻ ഡിനോമിനേറ്ററിലേക്ക് വരണം. p എത്ര കിട്ടി? 70/11 കിട്ടി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. റെഡി? യെസ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു x ആക്സിസ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതണം സച്ച് ദാറ്റ് ആ ലൈൻ ആർക്ക് പാരലൽ ആയിരുന്നു? x ആക്സിസിന് പാരലൽ. എടാ, x ആക്സിസിന് പാരലലും ഒറിജിനിലൂടെ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതല്ല ഒറിജിൻ അല്ലേ? x ആക്സിസിന് പാരലും ആയിരിക്കണം. എങ്ങനെയാ ലൈൻ പാസ് ചെയ്യുക? ഈ റെഡ് കളർ ലൈൻ തന്നെയല്ലേ അല്ലേ? x ആക്സിസിന് മുകളിൽ കൂടെ പോകുന്ന ലൈൻ തന്നെയല്ലേ അല്ലേ? അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും മക്കളെ? നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ നിർബന്ധമായിട്ടും അറിയേണ്ടത് എന്താ? പോയിന്റ് അറിയണം അല്ലേ? ഇവിടെ ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് കിട്ടിയില്ലേ? 0 0 0 കിട്ടി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പാരലൽ വെക്ടർ കിട്ടിയ പോരെ. സി, ഈ ലൈൻ x ആക്സിസിന് മുകളിൽ കൂടെ അല്ലേ പോകുന്നത്. റെഡി? അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റ് 1, 0, 0. അത് എന്തായാലും x ആക്സിസിന് മുകളിലുള്ള പോയിന്റ് അല്ലേ? അപ്പൊ 0 0 0 1 0 0 ഇതിനെ a എന്നും ഇതിനെ b എന്നും വിളിക്കുകയാണെങ്കിൽ വെക്ടർ എ ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ എ ബി ഫൈനൽ മൈനസ് ഇനീഷ്യൽ 1 - 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1i. 0 - 0 0j. 0 - 0 0k അല്ലേ? അപ്പോ പോയിന്റ് ആയി പാരലൽ വെക്ടർ ആയി. പോയിന്റ് ആയി പാരലൽ വെക്ടർ ആയി കേട്ടോ. പോയിന്റ് ആയി പാരലൽ വെക്ടർ ആയെങ്കിൽ ഞാൻ കാർട്ടീസിയൻ ഇക്വേഷൻ എഴുതാം കേട്ടോ. x മൈനസ് പോയിന്റ് ആരാ? 0 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് 1. y മൈനസ് 0 ഡിവൈഡഡ് ബൈ ഇവിടെ ആരാ? 0. z മൈനസ് 0 ഡിവൈഡഡ് ബൈ ഇവിടെ ആരാ? 0. റെഡി? ഇത്രയും ചെയ്താൽ മക്കളെ നമുക്ക് എന്ത് കിട്ടി? കാർട്ടീസിയൻ ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? ഇനിയിപ്പോ വെക്ടർ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എ. എ ആരാ? ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതാം? 0i 0j 0k പ്ലസ് ലാംഡ ഇൻറ്റു പാരലൽ വെക്ടർ ആരാ? i പ്ലസ് 0j പ്ലസ് 0k. റെഡി? യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ശ്രദ്ധിക്കാം. Again, വീണ്ടും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ക്യൂ ലൈൻസ് ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാംഡ കഴിഞ്ഞ് വരുന്ന ആള് ഇവിടെ i മൈനസ് 2j പ്ലസ് 2k, ഇവിടെ 3i മൈനസ് 2j മൈനസ് 2k, രണ്ടും രണ്ട് വെക്ടേഴ്സാ കേട്ടോ. സ്ക്യൂ ലൈൻസ് ആണ് എങ്കിൽ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2 ചെയ്യാം. ആൻസർ കണ്ടുപിടിക്കുക, പോവാം. യെസ്, ഫൈൻഡ് ദി ഇക്വേഷൻ, വെക്ടർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 1, 2, -4. ഒരു ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, പകുതി കഴിഞ്ഞു കേട്ടോ. ലൈൻ കടന്നു പോകുന്ന പോയിന്റ് നിർബന്ധമായിട്ട് നമുക്ക് വേണം, അത് തന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ടു ലൈൻസ്. ആ ലൈനിലൂടെ കടന്നു പോകണം, ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം? ഈ രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കടാ? ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ലൈൻസ് കാർട്ടീസിയൻ ഫോമിൽ തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് ഉണ്ടല്ലോ, L1 ഉം L2 ഉം. ഇതിന്റെ രണ്ടിന്റെയും പാരലൽ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? B1 എന്ന് പറയുന്ന, അതായത് ഫസ്റ്റ് ലൈനിന്റെ പാരലൽ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? അടിഭാഗത്തെ ഡിനോമിനേറ്റേഴ്സിലുള്ള ആളുകളെ പിടിച്ചാൽ പോരെ, ഡയറക്ഷൻ റേഷ്യോസിന് കിട്ടില്ലേ? യെസ്, B1 എങ്ങനെ എഴുതാം മക്കളെ? B1 എങ്ങനെ എഴുതാം? B1 is equal to 3i minus 16j plus 7k. റെഡി? B2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? B2 is equal to 3i plus 8j minus 5k. റെഡി? അപ്പോ രണ്ട് ലൈൻസിന്റെയും പാരലൽ വെക്ടേഴ്സ് നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈന് 1, 2, -4 പാസ് ചെയ്യണം. ഈ രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എടാ, ഇങ്ങനെ രണ്ട് ലൈൻസ് തന്നിട്ട് എങ്ങനെയാ നിങ്ങൾ പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കുക? നിങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും B1 ക്രോസ് B2 ചെയ്യാം അല്ലേ? B1 ക്രോസ് B2 ചെയ്യാം. B1 ക്രോസ് B2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടും. ശ്രദ്ധിക്കുക. റെഡി? ijk ഫസ്റ്റ് ലൈൻ 3 -16 7. റെഡി? അടുത്തത് 3 8 -5. റെഡി? അപ്പോ മക്കളെ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? നമുക്ക് കിട്ടേണ്ട റിക്വയർഡ് വെക്ടർ കിട്ടി അല്ലെ? പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടി. ആർക്ക് പെർപെൻഡിക്കുലറാ? B1നും B2നും പെർപെൻഡിക്കുലർ. ക്ലിയർ? അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഓൾറെഡി നമുക്ക് ആരുണ്ട് അവിടെ? പോയിന്റ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പോയിന്റ് ആരാ? 1, 2, -4 അല്ലെ? എങ്ങനെ എഴുതണം? i plus 2j minus 4k അല്ലെ? പ്ലസ് ലാംഡ ഇൻറ്റു ആരെ കൊടുക്കണം? ഇവിടെ കിട്ടിയ വെക്ടർ കൊടുക്കണം കേട്ടോ. റെഡി? ഇത്രയേ ഉള്ളൂ പരിപാടി, സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. അപ്പോ ഇവിടെയും വീണ്ടും ആ കൺസെപ്റ്റ് കയറി വരും. ഏത്? രണ്ട് ലൈൻസ് രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് കേട്ടോ. വിടാതെ പഠിക്കണം. രണ്ട് ലൈൻസ് തന്നിട്ട് പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, അപ്പോ അത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 3D. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണണം, കൃത്യമായിട്ട് പഠിക്കണം. എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. താങ്ക് യു.